അതെന്തെങ്കിലും നടക്കുമോ? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 2 ദിവസം കൂടിയുള്ള ആ കുട്ടിയുടെ കല്യാണത്തിന്. പല സമയത്തും മൂപ്പര് പല മൂടാ. സാരില്ല, ഒന്ന് നോക്കണം വേഗം. ആ ഇരിക്ക, വീട് പണിയൊക്കെ തുടങ്ങിട്ടാ. ഇപ്പോൾ പറ്റ മോശം. പഞ്ചായത്ത് അറിയിച്ചോ? പഞ്ചായത്തിന് പണി പിന്നെ അറിയിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ ഞാൻ പഞ്ചായത്തിനൊക്കെ അറിയിക്കണേ? ഗ്യാസിനൊക്കെ ഇപ്പം എന്താ വില? ഗ്യാസിന് ആധാരം ഗ്യാസിനെ ആധാരമല്ല, ആധാരം പണയം വെക്കണം. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ബോസ്, ഞാനൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നിന്നാണ്. ഒരു കുട്ടിൻ്റെ കല്യാണമാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 ചാക്ക് അരി കിട്ടിയാൽ നന്നായിരിക്കും. വലിയിട്ടല്ലേ വല്ല 2 ചാക്ക് അരി ഞാൻ തരാം. പക്ഷേ 2 മാസത്തെ വാടക നീ തരണം. നിങ്ങൾ എന്ത് പണിയെ കാണിച്ചേ? ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറുക? എന്നാലും നീ നടത്തിക്കോ. ഇതാ ഇവനൊക്കെ തീറ്റി പോട്ടുണ്ട്. കച്ചവടം ഇല്ല, കട ഞാൻ വെറുതെ കൊണ്ടെടുക്കുക. ഇതാ സാറേ എല്ലാ കണക്കും. ഞാനിതിൻ്റെ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് ഞാൻ പിന്നെ അയച്ചു തരാം. ഓക്കെ, എന്നാൽ ശരി. ഓക്കെ. സർക്ക സലാം. എന്താ ചെയ്യാം? എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസറാണ്. ചികിത്സക്കുള്ള തുക തന്നെ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ട്രസ്റ്റിൻ്റെ നിന്ന് നല്ലൊരു സംഭാവന കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. സുഹൃത്ത് പുറത്തുണ്ട്.